എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതമുണ്ട്. നമ്മുടെ സ്കോഡ കുഷാക്കാണ് നമുക്ക് വർക്കിനായിട്ട് വന്നിട്ടുള്ളത്. സ്റ്റീരിയോ ഉള്ള വണ്ടിയാണ്. ഇതിൽ നമ്മൾ ആ ഒരു സ്റ്റീരിയോ മാറ്റിയിട്ട് 360 ഡിഗ്രി ക്യാമറ ആഡ് ചെയ്യാൻ പോവാണ്. അതും 2 വർഷം റീപ്ലേസ്മെന്റ് ഒക്കെ ഉള്ള ഒരു സ്റ്റീരിയോ ആണ്. ഒപ്പം 55 വാട്ട് ഔട്ട് ഉണ്ട്. അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള സ്റ്റീരിയോ. 360 1080 ക്ലാരിറ്റി റെസൊല്യൂഷനിൽ വരുന്ന ഒരു ക്യാമറ ആഡ് ചെയ്യണത്. ഒപ്പം തന്നെ നമ്മൾ സൗണ്ട് പ്രൂഫിനായിട്ട് നല്ല ഓഡിയോ ക്വാളിറ്റിക്കും കൂടി ആയിട്ട് നമ്മൾ ഡാമ്പിംഗ് ഷീറ്റ് ചെയ്യുന്നുണ്ട്. ഉള്ളിലും പുറത്തും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പൊ എന്തായിട്ട് നമ്മളെ വീഡിയോ നമ്മുടെ ചാനലിൽ ഒരുപാട് ഷോർട്ട് വീഡിയോ ഫുൾ വീഡിയോ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മുടെ ഈ ഒരു കുഷാക്കിന്റെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇത് ഈ ഒരു വണ്ടിയാണ് നമ്മളിത് 360 കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോണേ. അപ്പൊ ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് ഡാമ്പിംഗ് ഷീറ്റ് ചെയ്യാനുണ്ട്. ഓസൈലിന്റെ പ്രീമിയം ക്വാളിറ്റി ഡാമ്പിംഗ് ഷീറ്റ് നമ്മൾ ചെയ്യണത്. മറ്റുള്ള വണ്ടീനൊക്കെ ഇത്തിരി പാട് കാര്യങ്ങളൊക്കെയാണ് നമ്മളെ സ്കോഡയുടെ വണ്ടികൾക്ക് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇത്തിരി ടൈം കൂടുതലായിരിക്കും ഇതേപോലത്തുള്ള വർക്ക് കാര്യങ്ങളൊക്കെ. സൗണ്ട് ക്വാളിറ്റി പക്കയാവട്ടോ. അതേപോലെ തന്നെ പുറത്തുള്ള സൗണ്ട് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കുറയും. ഇതിൽ വന്നിട്ടുള്ള സ്പീക്കേഴ്സ് കമ്പനി വന്ന സ്പീക്കേഴ്സ് ആണ്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള സ്പീക്കേഴ്സ് ആണ്. ഈ ക്ലാരിറ്റി കൂട്ടണമെങ്കിൽ നമുക്ക് പ്രീമിയം ക്വാളിറ്റി സ്പീക്കേഴ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഷോപ്പിൽ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ 360യുടെ ക്യാമറ നമുക്ക് 4 സൈഡിലും ഇൻസ്റ്റാളേഷൻ ചെയ്യണം. ഫ്രണ്ട് ബമ്പറിൽ, അതേപോലെ തന്നെ സൈഡ് മിറേഴ്സിൽ 2 സൈഡും, അതേപോലെ തന്നെ ബാക്ക് ഡിക്കിലെ വരിക. അതൊക്കെ കറക്റ്റ് പൊസിഷനിലും അലൈൻമെന്റ് കാര്യങ്ങളൊക്കെ ചെയ്താലാണ് നമുക്ക് ആ ഒരു റിസൾട്ട്, ഫൈനൽ റിസൾട്ട് കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ പക്കയായിട്ട് തന്നെ മിററിൽ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട്. ഡിക്കിലേക്ക് വയർ കളിക്കുമ്പോൾ പരമാവധി ശ്രദ്ധിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ബൂട്ടിനുള്ളിൽ കൂടെ ഒക്കെ വയറിങ് കാര്യങ്ങളൊക്കെ വലിച്ചില്ലെങ്കിൽ നമുക്ക് എന്തായാലും വെള്ളം ഇറങ്ങാനുള്ള ചാൻസ് കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തില്ലെങ്കിൽ നമുക്ക് പണിയിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇൻഫോടൈൻമെന്റ് നമുക്ക് നോർമലായിട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ക്യാൻവസ് യൂണിറ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. കമ്പനി പ്രോഗ്രാം കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കിട്ടാൻ വേണ്ടിയാണ് ക്യാൻവസ് യൂണിറ്റ് വെക്കണേ. റിവേഴ്സ് പാർക്ക് സെൻസർ, അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോളും ഡോർ ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്യാൻവസ് യൂണിറ്റ് വെക്കണേ. അല്ലാണ്ട് നമുക്ക് യാതൊരു കാരണവശാലും ഇങ്ങനത്തെ ഇൻഫർടൈൻമെന്റ് ഒന്നും ഫിറ്റ്മെന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു സ്റ്റീരിയോ ഇൻഫർടൈൻമെന്റ് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് 8 കോർ ആണ്. 4G സിം ഇടാൻ പറ്റുന്നതാണ്. 55 വാട്ട് ഔട്ടുള്ള ഒരു സ്റ്റീരിയോ ആണ്. 1 ഇയർ റീപ്ലേസ്മെന്റ് വാറന്റി ഒക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ആ ഒരു 360യുടെ കാലിബ്രേഷൻ ചെയ്യാനായിട്ട് മുമ്പുള്ളത്. 4 ക്യാമറയും ഒരു തരത്തിലുള്ള ബന്ധം കാണുന്നുണ്ടാവില്ല. അപ്പൊ നമുക്ക് ഇതൊക്കെ അലൈൻമെന്റ് ചെയ്യാനായിട്ട് ഉള്ള പരിപാടി നോക്കാം. അപ്പോൾ അതേ ഷീറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടു പക്കയായിട്ട് അലൈൻമെന്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അലൈൻമെന്റ് കഴിഞ്ഞിട്ടുള്ള ലുക്ക് കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ആ ഒരു സെറ്റിംഗ്സിൽ പോയിട്ട് കറക്റ്റ് അല്ല അലൈൻമെന്റിങ്ങിൽ ഇത്രയുള്ളൂ ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ആ ഒരു അലൈൻമെന്റ് കാലിബ്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഒരുവിധം എല്ലാ വണ്ടിക്കും നമുക്ക് ഈ ഒരു സംഭവം ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു നമ്പറിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന്റെ പരിപാടിയൊക്കെ നമ്മൾ ചെയ്തു തരാം. അപ്പോൾ എന്തായിട്ടും ഇതിന്റെ സൗണ്ട് ക്വാളിറ്റിക്കായിട്ട് നല്ലൊരു സോങ് എന്തായാലും വെച്ച് കേൾപ്പിക്കാം.